എല്ലാവർക്കും നമസ്കാരം. ഒരു അഭിപ്രായം, അത് തെറ്റാണോ ശരിയാണോ അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയാറുള്ളൂ, ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാവരും ശിവൻ്റെ തലയിൽ കയറിയിരിക്കുകയാണ്. ശിവൻ അവിടെ കൈലാസത്തിലാണ്, അവിടെയാണ്, ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും ഇവർ നേരിട്ട് കണ്ടതുപോലെയാണ്. ശങ്കര കൈലാസം എന്ന് പറയുന്നത് ശിവൻ്റെ വാസസ്ഥലമല്ല. കൈലാസപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ പുത്രിയാണ് ശിവൻ്റെ പത്നി. അതല്ലാതെ ശിവൻ പോയിട്ട് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ആളല്ല. ശിവൻ്റെ വാസസ്ഥലം ഇന്ന് വരെ ആർക്കും അറിയില്ല. അതൊന്നും ഇങ്ങനെ ശിവശിവന്നൊക്കെ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയൊക്കെ കൂടിക്കൂടി വരും ആളുകൾക്ക്. കാരണം ഇവർ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് വേറെ ഒരു രക്ഷയില്ല. ഇപ്പം അയ്യപ്പൻ്റെ ഇത് കട്ടു, എന്തൊക്കെയോ സ്വർണം കട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഏത് ക്ഷേത്രത്തിലാണ് ഇത് നടക്കാത്തത്? എല്ലാ ക്ഷേത്രങ്ങളിലും കൊള്ളയും കൊള്ളരുതായ്മയും നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഉപാസകനാണെന്ന് പറയാം. കാരണം മൂകാംബിക ദേവിയുടെ ഒരു ഭക്തനാണ്. എന്നാൽ അങ്ങ് എന്താ പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, കൊല്ലൂർ അങ്ങ് മലേൻ്റെ മുകളിൽ ശങ്കരൻ തപസ് ചെയ്ത സ്ഥലം. ഇന്ന് വരെ അവിടെ പോയിട്ടില്ല. മൂകാംബിക ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. തുടക്കം മുതലേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30-40 വർഷം മുമ്പാണ് ഞാൻ പോയ. അടികയുടെ വീട്ടിൻ്റെ കോലയിലൊരു ബെഞ്ചുണ്ട്, അവിടെ കിടക്കും. അപ്പം ഞാൻ എണീക്കുന്നതിന് മുമ്പ് അടിക പോയിട്ട് പൂജയൊക്കെ കഴിച്ച് പ്രസാദം കൊണ്ടുവരും. ഞാൻ ആ പ്രസാദം കഴിച്ചിട്ട് എണീക്കുന്നത്, പോയി സൗപർണികയിൽ പോയി കുളിക്കുന്നതും വരുന്നതൊക്കെ. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് സ്വർണ്ണരേഖയുള്ള ശിവലിംഗം കാണാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും. മൂകാംബികയിൽ പോയാൽ എല്ലാവർക്കും അത് പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ സംഭവം ഉള്ളത് പോലും പലർക്കും അറിയില്ല. അപ്പോൾ ഈയിടെയാണ് അവിടെ ഭക്ഷണമൊക്കെ തുടങ്ങിയത്. അതൊരു വശം അങ്ങനെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിമിത്തമാണ്. ഇതാണ് നിങ്ങളിങ്ങനെ ഞാനിങ്ങനെ എന്നുള്ളത്. ഒരു 10-45 വർഷം 5 സ്റ്റാർ ഹോട്ടലുമായിട്ട് ആയിരുന്നു എൻ്റെ ജീവിതം. ഇതൊക്കെ മതിയാക്കി ഇവിടെ ഒരു ക്ഷേത്രം പണിതു, ഒരു ഭഗവതിയെ പ്രതിഷ്ഠിച്ചു. അതിപ്പം 20 വർഷം ആവാൻ പോകുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നല്ലത് വരാൻ വേണ്ടിയല്ല. എനിക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും വലിയ ജീവിതമൊന്നും ആർക്കും കിട്ടാനില്ല. എനിക്ക് എന്നെ തേടി വന്ന സൗഭാഗ്യങ്ങൾ മുഴുവൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. ഒന്നിനും ഒരു കുറവില്ല. വിശക്കുമ്പം തിന്നാൻ ഇഷ്ടം പോലെയുണ്ട്. തിന്നാൻ പറ്റാത്ത കുറവേ ഉള്ളൂ. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, നമ്മുടെ
നമ്മുടെ നാട്ടുകാരനാണ്. ഏതാണ്ട് കോടികൾ, ലക്ഷം കോടികളാണ് കടം വരുത്തി വച്ചിരിക്കുന്നത്. അത് കണക്കൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് ഓർത്തുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഇയാളെ എതിർത്തിട്ട് മറ്റൊരു പാർട്ടിയുണ്ട്, കോൺഗ്രസിൻ്റെ പാർട്ടി. ഈ കോൺഗ്രസിൻ്റെ പാർട്ടി നാളെ അധികാരത്തിൽ വന്ന ഇവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ സോണിയാജി എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഇറ്റാലിക്കാരി ഉണ്ടല്ലോ, അവർ ഇപ്പം അടുത്ത് തന്നെ ലണ്ടനിലേക്ക് മുങ്ങും. പിന്നെ പപ്പുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പുവിനെ പാർലമെൻറ്റ് കയറ്റുന്നത് തെറ്റാണ്, കാരണം ഈസ് നോട്ട് എ ഇന്ത്യൻ. എന്തോ മോഡി വിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയില്ല. ഇപ്പം മോഡിയുടെ ചിന്ത എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കാരണം കാണും. പിന്നെ യോഗീൻ്റെ വേറൊരു രീതിയാണ്. പറയുന്ന ആൾക്കാരെ എടുത്തിട്ട് ബുൾഡോസർ വെച്ച് കയറ്റാനുള്ള ഒരു അധികാരം അയാളുടെ കയ്യിലുണ്ട്. അയാൾ അത് ചെയ്യും. ഇപ്പം ഞാനൊന്ന് പോകണം, ഒന്ന് യോഗീനെ കാണണം, മോഡിയെ കാണണമെന്നൊന്നുമില്ല, യോഗിയെ ഒന്ന് കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രീതികൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. മേ ബി കാണാൻ പറ്റുമെന്നുള്ള ഒരാഗ്രഹം തോന്നല കേട്ടോ. എത്രമാത്രം നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ് us try. പണ്ട് ഞാൻ ദ്വാരക, വെള്ളത്തിനടിയിലുള്ള ദ്വാരക കണ്ടായിരുന്നു. ഇന്നിപ്പോൾ പൈസ കൊടുത്തിട്ട് ആർക്കും കാണാൻ പറ്റുമോ? പറ്റൂല, ബുദ്ധിമുട്ടാണ്. അത് കൃഷ്ണൻ്റെയൊക്കെ കൊട്ടാരവും കാര്യങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ കാണാം. ഞാൻ വെള്ളത്തിനടിയിൽ പോയിട്ടല്ല കേട്ടോ, ഞാൻ ഹെലികോപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. അതിൻ്റെ ഒരു സുഹൃത്താണ് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ്. അയാൾ എന്നോട് പറഞ്ഞില്ല, അത് അങ്ങോട്ട് നോക്കൂ, അതാണ് ദ്വാരക എന്ന് പറഞ്ഞ് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ മേലെ പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നു. അതൊരു പുണ്യം. എനിക്ക് ആര് ചെയ്ത, എൻ്റെ അമ്മ ചെയ്ത പുണ്യമായിരിക്കാം. പിന്നെ ഇതുപോലെ ക്ഷേത്ര ദർശനം ഇത് ഭാഗ്യമാണ്. പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും. ക്ഷേത്രം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പ കാര്യങ്ങളൊന്നുമല്ല. കോടികൾ ഉണ്ടാക്കാം, കച്ചവടം ചെയ്യാം. ആ കച്ചവടത്തിലൊക്കെ നമുക്ക് ലാഭവും വരും, നഷ്ടവും വരും. ക്ഷേത്രം ഒരു ഭണ്ഡാരം പോലും വെക്കാത്ത ഒരു ക്ഷേത്രമാണ്. വരുന്ന ആൾക്കാർ പറയും എന്നോട്, ഞാനൊരു 1,00,000 രൂപ തന്നിട്ട് ഒരു ഭണ്ഡാരം സ്പോൺസർ ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത്, വേണ്ട മക്കളെ, ഈ 1,00,000 രൂപയോ എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കും പാവങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ ചെയ്തോളൂ. ഇവിടെ ഭണ്ഡാരം വേണ്ട, നിങ്ങൾക്ക് തരാണ്ട് അവിടെ നടയിലിട്ടേക്കും. അത് നടയിലിടുന്ന പൈസ അവിടെ ഉണ്ടാവും, അവിടെ പോവില്ല. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് അങ്ങനെ ആർക്കും കയറി വരാൻ പറ്റില്ല. പലരും പല സ്ഥലത്തുനിന്നും എന്നെ വിളിച്ചിട്ട് എന്നെ കാണണമെന്ന്. കാരണം ഞാനെന്ന് അങ്ങനെ വലിയ ആളൊന്നുമല്ല കാണാൻ വേണ്ടി. ഇതാണ് എൻ്റെ കോലം. ഈ രുദ്രാക്ഷം നേരത്തെ വെറും രുദ്രാക്ഷം മാത്രമായിരുന്നു. അപ്പം നമ്മുടെ ഒരു സംഗീതജ്ഞൻ ഒരാളുണ്ട്, ഇപ്പം രാജാമണി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ അച്ഛൻ ചിദംബരനാഥൻ. അപ്പം ഞാനൊരിക്കൽ കണ്ടപ്പം മൂപ്പര് എന്നോട് വന്നതാണ്, മോനെ ഇത് സ്വർണ്ണത്തിൽ കെട്ടിയിട്ട് ഇടണം, അല്ല ഞാൻ കെട്ടിത്തരാം. ഞാൻ വേണ്ട, ഞാൻ കെട്ടിച്ചാളാം. ഞാൻ കെട്ടി ഇട്ടു. അതൊരു വിശ്വാസമുണ്ടാകും. ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്നു. അതിന് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ആളുകൾ പറയും ആയുസ് വർദ്ധിക്കും, അതൊരു കാര്യമായിരിക്കാം. ഇതൊരു
ഒരു നിമിത്തം പോലെ നടക്കുന്നു. മോഹൻലാൽ അങ്ങനെ, മമ്മൂട്ടി ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഓരോരുത്തരും. മോഹൻലാലിൻ്റെ ഭാര്യയുടെ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ബാലാജി. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു അമിതാഭ് ബച്ചൻ്റെ സൈസാണ് ആൾ. തടി ഇത് വണ്ണമൊക്കെ. എന്നെ വന്ന് ഞാൻ അന്ന് താജ് കോറമണ്ടൽ എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വർക്ക് ചെയ്യുന്നു. കേറ്ററിംഗ് കഴിഞ്ഞിട്ട് അത് വലിയ ചരിത്രം. അത് വേറെ തന്നെ സീരിയലാക്കി എടുക്കാനൊക്കെ ഉണ്ട്, അല്ല സിനിമയാക്കി. യു ഡു ഗുഡ്. നമ്മുടെ ചിന്തകൾ വൃത്തിയായിരിക്കണം. ആർക്കും ദ്രോഹം ചിന്തിക്കണ്ട, നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. ശിവനെയും ഭഗവതിനും തേടി പോകണ്ട. ശിവനും ഭഗവതിയൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എവറി ക്രിയേഷൻ, ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടിയിലും ദൈവ സാന്നിധ്യമുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതും അതിനെ തകർക്കുന്നത്, കണ്ടുപിടിക്കുന്നതും ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവിടെ ഇവിടെയൊക്കെ നടന്നെങ്കിലേ നിന്ന് മഹാഭാരത യുദ്ധം നടന്നില്ലേ? കൃഷ്ണൻ അറിയില്ലേ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്? കൃഷ്ണൻ്റെ ഒരു തമാശ. കൃഷ്ണൻ്റെ അന്ത്യം എന്താണെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു, രാമനും അറിയാമായിരുന്നു. രാവണനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാവണൻ്റെ പെങ്ങളും മൂക്കും വലിയും മുറിച്ചുകൊണ്ട് രാവണൻ വന്ന് സീതയെ പൊക്കിക്കൊണ്ടുപോയത്. വേറെ ഒരു ഉദ്ദേശം രാവണനില്ലായിരുന്നു. രാവണൻ സീതയെ തൊട്ടിട്ട് പോലുമില്ല. ഏറ്റവും വലിയ ശിവഭക്തനാണ് രാവണൻ. രാമൻ പോലും തോറ്റെടുത്ത് രാവണന് ജയിക്കാൻ അത്ര എളുപ്പം പറ്റൂലായിരുന്നു. ശിവൻ്റെ മറ്റൊരു അവതാരമാണ് ഹനുമാൻ. നമ്മൾ പറയും കുരങ്ങനാണ്. ആ കുരങ്ങൻ്റെ കളിയാണ് മഹാഭാരതം, രാമായണം. അതൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായി പോകും. ബാലി കയറ മല എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. മാലി ചോമ്പാലിൽ പോയ മാലി. ചോമ്പാൽ എന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്, നമ്മുടെ വടകരയ്ക്കടുത്ത്, കേരളത്തിലാണ്. എത്ര പേർക്കറിയാം? ഞാൻ ഉള്ളതിപ്പോൾ കൊയിലാണ്ടിയാണ്. കോവിൽ ആണ്ടിയുടെ കോവിലുള്ള സ്ഥലമാണ്. ആണ്ടി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. കോഴിക്കോട് ആര സ്ഥലം? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷുകാർ പേര് മാറ്റിയതാണ്. കാളിക്കട്ടെന്ന് വന്ന് ഉണ്ടാക്കിയതാണ് ഇംഗ്ലീഷുകാർ. കാളിയുടെ ഘട്ടമാണ് കാലിക്കറ്റ്. എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞ ദൈവത്തിന് അറിയുള്ളൂ. എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന കാരണം എനിക്കറിയില്ല. കാരണം കണ്ടിട്ട് ഒരു അന്വേഷണത്തിലാണ് എൻ്റെ ജീവിതം. ഈ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ആവട്ടെ. അല്ലെങ്കിൽ വീണ്ടും ഒരു ജന്മത്തിൽ നമുക്ക് കാണാം. സന്തോഷം. ശങ്കര മഹാദേവ.